ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ആലിലക്കണ്ണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞുണ്ണികൃഷ്ണൻ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു 6 മാസമൊക്കെ ആവുന്ന സമയത്താണല്ലോ കുട്ടികൾ ഇങ്ങനെ മലർന്ന് കിടക്കുക. എന്നിട്ട് വിരൽ ഉണ്ണാനായിട്ട് തുടങ്ങുക. അതിന് വിരൽ കുടിക്കൂലോ, കാലിന്റെ വിരൽ ഇങ്ങനെ കാല് ഉയർത്തി പിടിച്ചിട്ട് അതേപോലെയുള്ള അലങ്കാരമായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു ഉണ്ണികൃഷ്ണൻ കാണുമ്പോൾ തന്നെ നല്ല കൗതുകം ഉണ്ട് കേട്ടോ. നല്ല മനോഹരമായിട്ട് ഭഗവാനെ ചാർത്തിയിട്ടുണ്ട്. 3 തിരുമുടി മാലകളുണ്ട്. ഒരെണ്ണം വെള്ളയും പച്ചയായിരുന്നു, ഒരെണ്ണം ചുവപ്പും പച്ചയായിരുന്നു, പിന്നെ ഒരെണ്ണം വെള്ളയായിരുന്നു. അത് നന്ദ്യാർവട്ടപ്പൂക്കളാണ്. പിന്നെ ഒരേപോലെയുള്ള 2 ഉണ്ടമാലകളുണ്ട്. രണ്ടും തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടായിരുന്നു. ഭഗവാനെ ആ കുഞ്ഞുണ്ണി കൃഷ്ണനെ യശോദാമ്മ ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പീലി തിരുമുടിയൊക്കെ ഉണ്ട്. കുഞ്ഞുമുടി ഇങ്ങനെ ഇവിടെ കെട്ടി വെച്ചിട്ട് ഭഗവാന്റെ ആ ഒരു രൂപമൊക്കെ നോക്കി ചെറിയൊരു കൃഷ്ണന്റെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അവിടെ ഒരു പീലിയൊക്കെ ചൂടിക്കൊടുത്തിട്ടുണ്ട്. നെറ്റിയിൽ ഗോപി തിലകം, കാതുപൂക്കള്, മുഖത്തേക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. മാലകളും വളകളും തോൾവളകളും കൈവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. വലത്തെ കുഞ്ഞിക്കാലാണ് ഇങ്ങനെ കുടിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. ആ കുഞ്ഞിക്കാലുണ്ടല്ലോ 2 കൈകൾ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികളുടെ ആ ഒരു കിടപ്പ്, ആ ഒരു രൂപമൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കോളൂ കേട്ടോ. അവരങ്ങനെ തന്നെ ചെയ്യാം. ഒരു കാലം ഇങ്ങനെ കൊണ്ടുപോകും, മറ്റേ ഇടത്തെ കാലിങ്ങനെ ഉയർത്തി പിടിച്ചിട്ടുണ്ട്. അപ്പം നല്ല വ്യക്തമായിട്ട് കാണാം. പട്ടുകോണം ഇന്നലെ കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഉടുക്കാൻ പറ്റിയിട്ടാണ് ഭഗവാൻ ഇന്നലെ കിടക്കുന്നുണ്ടായിരുന്നത്. ഒരു കൗതുകകരമായിട്ടുള്ള, നമുക്കിങ്ങനെ വാത്സല്യമൊക്കെ തോന്നുന്ന, നല്ല സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയാണ്. ആലിലക്കണ്ണനായിട്ട്, വിരൽ കുടിക്കുന്ന കണ്ണനായിട്ട്, ഒരു ചെറിയ നമ്മുടെ എല്ലാവരുടെയും പൊന്നോമന കുഞ്ഞികൃഷ്ണനായിട്ടാണ് ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപമൊക്കെ ഒന്ന് മനസ്സിലിങ്ങനെ ധ്യാനിച്ചോളൂ. നല്ല സന്തോഷം തോന്നും. ഭഗവാന് പോലും തൻ്റെ പാദങ്ങളാണ് ശരണം എന്നാണ് ഭഗവാൻ അതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. എന്തൊക്കെ സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അത് ആ പാദങ്ങളിൽ സമർപ്പിക്കുക. പിന്നെ ആർക്കും ഒരു വിഷമം ഉണ്ടായിരിക്കില്ല. ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും. അതാണ് നമുക്ക് ഈ അലങ്കാരത്തിലൂടെ പറഞ്ഞു തരുന്നത്. ഭഗവാനെ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.